is visible. Screen visible ആകുന്നുണ്ടോ? കാണാം ഡോക്ടറെ. Thank you. So today we start with homeopathic philosophy by Dr. Kent. So just a motivation from my part. It doesn't matter what others are doing. It matters what you are doing. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടുതൽ ടെൻസ്ഡ് ഒന്നും ആവണ്ട. So first of all, we are starting with Dr. Kent. And Dr. Kent എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അമേരിക്കൻ ഫിസിഷ്യൻ ആയിരുന്നു. He is known as the forefather of homeopathy. And regarding the life history of Dr. Kent, he was born on 31st March 1849 and the place was Woodhull, New York. Graduation ചെയ്യുന്നത് മാഡിസൺ യൂണിവേഴ്സിറ്റി എന്നാണ്. അദ്ദേഹത്തിന്റെ ഡെത്ത് സംഭവിക്കുന്നത് 6th June 1916 ആണ്. ആൻഡ് കെന്റ് ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ബർത്തും ചോദിച്ചിട്ടുണ്ട്, ഡെത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ബി ഷുവർ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്, ബിക്കോസ് ഹോമിയോപ്പതിയിൽ മെറ്റനമെഡിക്കയിലോട്ടും റെപ്പർട്ടറിയിലോട്ടൊക്കെ കോൺട്രിബ്യൂഷൻ നന്നായിട്ട് തന്നിട്ടുള്ള ഒരു ഓഥറാണ് അദ്ദേഹം. സോ അങ്ങനെ ഒരു പൈനിയറിന്റെ കാര്യങ്ങളിൽ ഇത്രയും നന്നായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, എസ്പെഷ്യലി ദ ബർത്ത് ആൻഡ് ഡെത്ത് ഡേറ്റ്സ്. ആൻഡ് റിഗാർഡിംഗ് വൈഫ്, 3 വൈഫ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 1874 എൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് വൈഫാണ്. ഷി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 19 years. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി മാരീഡ് ലൂസിഡ് ഇൻ 1878. ഈ ഡോക്ടർ ഫെലൻ വന്നിട്ട് ഫെലന്റെ അടുത്ത്, ഡോക്ടർ റിച്ചാർഡ് ഫെലന്റെ അടുത്ത് എന്താ അല്ല, ഓക്കെ, kindly be careful that you mute your mics so that it won't disturb others as well as me. ആൻഡ് 1878 ലൂസി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് വൈഫ് ഉണ്ടായിരുന്നു. ഈ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള വൈഫിന്റെ ഇൻസോമിനിയുടെ ട്രീറ്റ്മെന്റിനാണ് ഡോക്ടർ റിച്ചാർഡ് ഇദ്ദേഹം വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും. അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയിലോട്ട് ഡോക്ടർ കെന്റിന്റെ ശ്രദ്ധ തിരിയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് 1890 ക്ലാര ലൂയി ടോബി. സോ ദ 3 wives, Ellen, Lucy and Clara Louis Toby. Careful with the birth and death dates. 31st March 1849 he was born and death on 6th June 1916. And work life lo പറയുവാണെങ്കിൽ he worked as a dean in postgraduate school of homeopathy in Philadelphia for 9 years. After that he was a professor in Medtremedica in Hahnemannian College and Hospital, Chicago, for 6 years. He was also working in worked in Herring Medical College in Chicago. സോ ഡീനായിട്ട് ഉണ്ടായിരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഹോമിയോപ്പതിയിലായിരുന്നു. ആൻഡ് പ്രിഫേസ് റിഗാർഡിംഗ് ദ പ്രിഫേസ് ഓഫ് ഹിസ് ബുക്ക് ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് ഫിലോസഫി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രിഫേസിൽ ഉണ്ടാവുന്ന ഈ ലെക്ചേഴ്സ് ഒക്കെ അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഹോമിയോപ്പതിയിൽ അദ്ദേഹം ഡീനായിട്ട് ഇരുന്നിട്ട് ഫിലാഡൽഫിയയിൽ 9 years വർക്ക് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്ന ലെക്ചേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ ഓഫ് ഹോമിയോപ്പതിക്സ്. നവംബർ 1910 കെന്റിന്റെ സ്റ്റുഡൻസ് എല്ലാം കൂടെ അദ്ദേഹത്തിന്റെ ഈ കുറച്ച് ലെക്ചേഴ്സ് വന്നിട്ട് ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പബ്ലിഷ് ചെയ്ത ജേർണലിന്റെ പേരാണ് ഹോമിയോപ്പതീഷ്യൻ. അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ആൻഡ് നെക്സ്റ്റ് ദർ ഈസ് കെന്റിനെ അപ്രിസിയേഷൻ ചെയ്തുകൊണ്ട് ഈ യുജീൻ ഓസ്റ്റിൻ വന്നിട്ട് ഹെയിൽ കെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുറച്ച് ലൈൻസ് ഓഫ് പോയം ലൈക്ക് ഹിയർ ദർ ഇസ് സംതിങ് റിട്ടൺ ഇൻ ദ പ്രിഫേസ്. ആൻഡ് ഷീ ഓൾസോ ആൻഡ് ദിസ് Eugene Austin also tells that Kent never died. Kent is laid away amid the snow-capped mountains of Montano. അവിടെ അദ്ദേഹം റെസ്റ്റ് ചെയ്യാനാണ്, അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് കെന്റ് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രിസിയേഷൻ ആയിട്ടാണ് കെന്റിന് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് കെന്റിനെ പറ്റിയിട്ട് തന്നെ യുജീൻ ഓസ്റ്റിൻ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ജി ഡെയിൻസ്, താച്ചർ, ഗ്രിമ്മർ, ജൂലിയ മിനർവ ഗ്രീൻ, ഷെയർവുഡ് ഇവരെല്ലാവരും കെന്റിനെ പറ്റി പ്രിഫേസസിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് കമന്റ്സ് കൊടുത്തിട്ടുള്ളത് കെ ഡി കനോഡിയാണ്. ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഹെൻറി ബി ബ്ലണ്ട് ആണ്. ഇതൊന്നും ക്വസ്റ്റ്യൻസിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ആൻഡ് കെന്റിനെ പറ്റിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇമാനുവൽ സ്വീഡൻബർഗിന്റെ വർക്ക്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ബിക്കോസ് സ്വീഡൻബർഗൻ ഫിനോമിനയിൽ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ കെന്റ്. ആൻഡ് ഫ്രം ദ കീ നോട്ട്സ് നമ്മുടെ അകത്തുള്ള ഓരോ ലെക്ചേഴ്സിന്റെ കീ കൺസെപ്റ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചും കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന കുറച്ച് കൺസെപ്റ്റ്സിൽ മെയിൻ ആയിട്ടുള്ളത് മാൻ ഈസ് ദ വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ ഹൗസ്
Organs are not man. Man is prior to organs. Experience has only a confirmatory place. It cannot take place place of science and truth. Experience കൊണ്ട് truth place എടുക്കാൻ പറ്റില്ല. We have to do some experiments and we have to confirm it through that experiments. അതാണ് ഉദ്ദേശിക്കുന്നത്. And all true diseases of the economy flow from the center to circumference. ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് ഡിസീസിന്റെ ഒരു വേ, ഫ്ലോയിങ് വേ എന്ന് പറയുന്നുണ്ട്. The active cause is always within. The apparent cause of sickness is without എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോൾ ഹോമിയോപ്പതിക്ക് 2 പാർട്ട് ഉള്ളതായിട്ട് കെന്റ് പറയുന്നുണ്ട്. ഒരു സയൻസ് പാർട്ടും ഒരു ആർട്ടിന്റെ പാർട്ടും. ആൻഡ് ഒരു ആർട്ട് ഓഫ് ഹോമിയോപ്പതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേൺ ചെയ്തെങ്കിൽ മാത്രമേ സയൻസ് ഓഫ് ഹോമിയോപ്പതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കെന്റ് അവകാശപ്പെടുന്നത്. സോ അക്കോർഡിംഗ് ടു ഹെൻഡ്, ഹോമിയോപ്പതി ഹാസ് 2 പാർട്സ്, science of homeopathy as well as art of homeopathy. One has to have a good knowledge of art of homeopathy in order to apply this science of homeopathy. The true homeopath, when he speaks of the sick, knows who that is sick, whereas allopath doesn't know. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ കെന്റിന്റെ ലെക്ചേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6th ചാപ്റ്റർ ആണ്. സോ ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് MCQ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് കെൻ ലെക്ചേഴ്സ്? അപ്പം സിക്ക് എന്നുള്ളതാണ് ഫസ്റ്റ്. ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആൻഡ് ഇൻക്യൂറബിൾ കേസസ് പാലിയേഷന്റെ ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇൻ കെൻ ലെക്ചേഴ്സ് വരെ MCQസിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ആൻഡ് ഐ നോ ദാറ്റ് എവറിബഡി നോസ് വാട്ട് ഈസ് ദ ആൻസർ. ഈ ട്രൂ ഹോമിയോപത്ത്, when he speaks of the sick, knows who it is that is sick, whereas the allopath doesn't know. And it is a man that is sick and to be restored to health, not his body, not his tissues. Sole duty of the physician എന്ന് പറഞ്ഞാൽ it is to heal the sick എന്നാ പറയുന്നത്. ഇദ്ദേഹം ഈ 6th ചാപ്റ്ററിൽ ഹാനിമാന്റെ വേർഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഹാനിമാൻ ഓൺസ് സെഡ് എന്ന് പറയുന്നുണ്ട്. there are no diseases but sick people എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ MCQs ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഹൂ കോട്ടഡ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ പലരും ആൻസർ കൺഫ്യൂസ്ഡ് ആയിട്ട് സിക്ക് എന്നുള്ള വാക്ക് കണ്ടിട്ട് കെന്റ് ആൻസർ ചെയ്യാറുണ്ട്. പക്ഷേ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു എവർ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, there are no diseases but sick people was quoted by whom, you have to write the answer as Dr. Hahnemann. Never write it as Dr. Ken because നെഗറ്റീവ് അവിടെ വീഴും. സോ ഹാനിമാന്റെ വാക്കുകളാണ് സിക്ക് എന്നുള്ള ചാപ്റ്ററിൽ കെന്റ് കോട്ട് ചെയ്തിട്ടുള്ളത്. there are no diseases but sick people. Order of cure and sickness is first to last, man to his organs എന്ന് പറയുന്നുണ്ട്. Organs are not the man, man is prior to the organs എന്ന് പറയുന്നുണ്ട്. സോ കെന്റ് ലെക്ചേഴ്സിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് കാതലായ ഭാഗങ്ങളിലുള്ള കീനോട്ട്സ് ആണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മേ ബി ക്യാൻ ബി ആസ്ക്ഡ് ആസ് ആൻ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് വൈ ഐ ജസ്റ്റ് മെൻഷൻഡ് ഇറ്റ്. So you can see like in Madhya Pradesh PSC 2013 there was a question that what is the first lecture of Dr. Ken's philosophy. അപ്പം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ എനിക്കും അറിയാം. ബിക്കോസ് you can use the chat box. You know what is the first lecture of Dr. Ken's philosophy? It is none other than sick. And I want you all to answer this question. Lectures and essay on homeopathic philosophy is the book of whom? Chat use ചെയ്യുന്നവർക്ക് chat use ചെയ്യാം. Dr. Kent. Okay, so here goes negative mark for you people. Why it is said as Dr. Kent? ഞാൻ ഈ ചാപ്റ്ററിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേർപ്പസ്ഫുള്ളി ഇൻസേർട്ട് ചെയ്തതാണ്. ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി എന്നാണ് നമ്മുടെ ഡോക്ടർ കെന്റിന്റെ ബുക്കിന്റെ നെയിം. സോ ഈ ലെക്ചേഴ്സ് ആൻഡ് എസ്സേ ആരുടെയാ? ദാറ്റ് ഈസ് സ്റ്റുവർട്ട് ക്ലോസ് ബുക്ക്, ലെക്ചേഴ്സ് ആൻഡ് എസ്സേ ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എപ്പോഴും മിസ്സാവുക. ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി, ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയം പഠിക്കുക. നിങ്ങൾക്കറിയാം കെന്റിന്റെയാണ് ഈ രണ്ട് ബുക്സും ഉള്ളതെന്ന്. എസ്സേ വരുമ്പം ഒത്തിരി എസ്സേ ടൈപ്പ് എഴുതുന്നത് സ്റ്റുവർട്ട് ക്ലോസ് ആണ്. എസ്സേയിലും ഒരു എസ് ഉണ്ട്, സ്റ്റുവർട്ട് ക്ലോസിലും ഒരു എസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കോറിലേറ്റ് ചെയ്ത് വെക്കുക. ലെക്ചേഴ്സ് ആൻഡ് എസ്സേ ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി, ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ഡോക്ടർ സ്റ്റുവർട്ട് ക്ലോസ്. സോ ഡോണ്ട് ഗോ റോങ് ഫോർ ദിസ്. സ്ക്രീൻ ചേഞ്ച് ആകുന്നുണ്ടോ? യെസ് ആകുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു.
Render unto Caesar the thing that are Caesar's, to keep everything in its place, to keep everything in order. ഇത് ഹൈജീനെ കുറിച്ച് ജസ്റ്റ് കെൻഡ് മെൻഷൻ ചെയ്യുന്നതായിട്ട് പറയാം. ബട്ട് ഇങ്ങനെ ഒരു കോട്ടിങ് കണ്ടത് കൊണ്ട് സീസർ എന്നൊക്കെ ഉള്ള വാക്ക് കേൾക്കുമ്പം നിങ്ങൾ പേടിക്കണ്ട, കെൻ ഫിലോസഫി എന്ന് തന്നെ ഉള്ളതാണ്. കെൻഡാണ് അത് പറയുന്നത്. ഹൈജീനെ പറ്റിയിട്ട് പറയുന്നതാണ്. ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് ചെയ്യണം, ലൈക്ക് പ്രിവെന്റ് ചെയ്യണം, കോഫി വിനിഗർ ഡ്രിങ്കിങ്, അങ്ങനെയൊക്കെ ഹെൽത്തിന് അത് ഹാംഫുൾ ആണ് എന്നുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എ വൈറ്റൽ പാർട്ട് ഓഫ് കെൻസ് ലെക്ചേഴ്സ്, ദാറ്റ് ഈസ് സിമ്പിൾ സബ്സ്റ്റൻസ്. സോ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇമ്മെറ്റീരിയൽ വൈറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റിനെ തന്നെ സെയിം കൺസെപ്റ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ആൻഡ് ഗിവൻ ആൻ അതർ നെയിം ബൈ കെന്റ്. അൾട്ടിമേറ്റ്ലി എവറി വൺ ഓഫ് യു നോ, ബിക്കോസ് ഫ്രം ദ ഫസ്റ്റ് ഇയർ ടു ദ ഫൈനൽ ഇയർ യു വിൽ ബി സ്റ്റഡിങ് ഓൾ ദീസ് തിങ്സ്. സോ കെന്റ് പറയുന്നത് ഇമ്മെറ്റീരിയൽ വൈറ്റൽ സബ്സ്റ്റൻസ് എന്നാണ്. എപ്പോഴും ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഒരു റേഡിയന്റ് ഫോം ഓഫ് എനർജി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സിമ്പിൾ സബ്സ്റ്റൻസിനെയാണ് കെന്റ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് സിമ്പിൾ സബ്സ്റ്റൻസ് ഹാസ് ഗോട്ട് മെനി ഓഫ് ദ ക്വാളിറ്റീസ് ആൻഡ് വി ഹാവ് ടു ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് വാട്ട് ആർ ദ നെയിംസ് ഓഫ് സച്ച് ക്വാളിറ്റീസ്. ഒന്നെന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇന്റലിജൻസ് ആണ്. നെക്സ്റ്റ്, അവർ സിമ്പിൾ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു ചേഞ്ചസ്. It perverts the entire material substance without disturbing or replacing it. വൈറ്റൽ ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഓരോ പാർട്സിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടല്ല. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ഉണ്ടാകാം. ഒരു ഓർഡറിൽ ഒരു ഫ്ലോ ഉണ്ടാവാം, ഓർഡർ ഇല്ലാത്ത ഒരു ഫ്ലോ ഉണ്ടാവാം. ഓർഡറിൽ ഫ്ലോ ഉള്ളപ്പോൾ നമ്മൾ ഹെൽത്തിലിരിക്കും, ഓർഡർ മാറി ഫ്ലോ ആകുമ്പോൾ നമുക്ക് ഡിസീസ് ഉണ്ടാകും. എപ്പോഴും ഒരു ഇന്റലിജൻസോട് കൂടിയാണ് വൈറ്റൽ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ അതർ ക്വാളിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഡോമിനേറ്റ്സ് ആൻഡ് കൺട്രോൾ ദ ബോഡി വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. പിന്നെയുള്ളത്, the matter it is subjected to reduction. It exists as simple, compound or complex form. So these are all the qualities of simple substance. And next, quality cannot be predicted, only quantity cannot be predicted, only quality in degree of fineness പറയുന്നുണ്ട്. It has got adaptation, it is always constructive, and there are many degrees of simple substance, and it also has got an aura. And neither weight, time, nor space can be predicted of the simple substance, and it is not subjected to the physical laws such as gravitation. So these are the qualities of simple substance. It has got formative intelligence. It has got changes. It changes in flow. It can pervade the substance without disturbing it. It dominates the body. It rules. That it is subjected to reduction. It exists as simple, complex, or compound. Quality has to be looked upon, not the quantity. It has got adaptation. It is constructive in nature. It has got degrees and aura. So next we are going to another important area where many of the questions has been asked in many of the MCQs, Kent's 12 observations. So the first observation, prolonged aggravation and final decline of the patient. So we all know that when something happened like this, the episodic may be too deep or it was an incurable case, and especially Dr. Ken tells that if it is a case of incurable or a doubtful case, we should not go more than 30 or 200 potency. ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രവേഷൻ വന്നിട്ട്, ഹലോ എന്നോട് പറഞ്ഞതാണോ? എന്താ ഡോക്ടറെ? Hello, are you not able to hear me? കേൾക്കാം ഡോക്ടറെ, പറഞ്ഞോളൂ. ഡോക്ടറെ കണ്ടിന്യൂ ചെയ്തോളൂ. Okay. So first of the Kent observation was prolonged aggravation and final decline of the patient. So it tells that the episodic was too deep or it was an incurable case. In case of incurable or doubtful cases, we should not go beyond 30 or 200 potency. Next is long aggravation but final and slow improvement. So disease ഒത്തിരി progress ആയിട്ടില്ല. We can doubtful cases നേരത്തെ പറഞ്ഞ പോലെ low potency തന്നെ മതി. Next is aggravation is quick, short, strong with rapid improvement of the patient. Improvement എന്ന് പറയുന്നത് വളരെ marked and long improvement ആയിരിക്കണം. It means that there is no structural change within, and we can see such an aggravation in acute sicknesses in the first hours and in chronic case after few days. And no aggravation whatever. So what does that mean, that there is no aggravation? മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് വളരെയധികം ക്യൂറിലോട്ട് പോകുവാണ്, ഹോമിയോപ്പത്തിക് അഗ്രവേഷൻ പോലും വരുന്നില്ല. വി ജസ്റ്റ് ഗേവ് ദ കറക്റ്റ് എക്സാക്ട് പൊട്ടൻസി ദാറ്റ് ഫിറ്റഡ് ദ കേസ്, ആൻഡ് സച്ച് ക്യൂർസ് ഓൾവേസ് ഹാവ് നോ അഗ്രവേഷൻ. അത്രത്തോളം എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള ഹോമിയോപ്പത്തിസിറ്റി ഉള്ള ഒരു റെമഡിയാണ് കൊടുത്തിട്ടുള്ളത്.
And next is the amelioration comes first and the aggravation comes after. So what does that mean? Prognosis എന്ന് പറഞ്ഞാൽ unfavorable ആണ്. ഏത് റെമഡി ഒരു സൂപ്പർഫിഷ്യൽ ആയിരുന്നു അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു പത്തോളജിക്കൽ കണ്ടീഷനോ എന്തെങ്കിലും ഉള്ളത് കാരണം പേഷ്യന്റ് വാസ് ഇൻക്യൂറബിൾ ആൻഡ് the remedy which has been given, which was a superficial remedy, it has acted only as a palliative. റെമഡിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എറർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന്റെ ഫുൾ എല്ലാ സിംറ്റംസും കവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് എ ഫ്യൂ സിംറ്റംസ് ഓൺലി ഇറ്റ് ടച്ച്ഡ് ആൻഡ് ആ ടച്ച് ചെയ്ത സിംറ്റംസിന് മാത്രം ശകലം ഒരു ശമനം കൊടുത്തു. ദാറ്റ് ഡസൻ മേക്ക് സെൻസ്. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം അഗ്രവേറ്റഡ് ആയിട്ട് തന്നെ വരും ആൻഡ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റിന് ഒരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. സെലക്ഷൻ എന്ന് പറയുന്നത് ഫേവറബിൾ ആയിരുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ആൻഡ് ടു ഷോർട്ട് റിലീഫ് ഓഫ് സിംറ്റംസ്, അമിലറേഷൻ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഉണ്ടാകുമ്പം സംതിങ് ഈസ് ഇന്റർഫിയറിംഗ് വിത്ത് ദ ആക്ഷൻ ഓഫ് ദ റെമഡി. ഏതർ ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്റൻഷനൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു കേസിന്റെ പേസ് കാരണമായിരിക്കാം. അക്യൂട്ട് കേസസിലൊക്കെ വളരെ ഷോർട്ട് അമിലറേഷൻ വരുന്ന കേസസ് ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് അഗെയിൻ റിപ്പീറ്റ് ദ മെഡിസിൻ എന്നാ പറയുന്നത്. ആൻഡ് ഫുൾ ടൈം അമിലറേഷൻ ഓഫ് ദ സിംറ്റംസ് യെറ്റ് നോ സ്പെഷ്യൽ റിലീഫ്. എത്രത്തോളം അമിലറേഷൻ ഉണ്ടോ അത്രത്തോളം ഉണ്ട്, ബട്ട് പേഷ്യന്റിന് പറയത്തക്കതായിട്ടുള്ള ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് നത്തിങ് ക്യാൻ ബി ഡൺ ടു സച്ച് കണ്ടീഷൻസ്. അവിടെ ലേറ്റന്റ് വളരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിക് കണ്ടീഷൻസ് ഉണ്ട്. പേഷ്യന്റ് ഒരു എക്സ്റ്റെന്റ് വരെ ക്യൂറബിൾ ആയിട്ടുള്ളൂ. നമുക്ക് അങ്ങനത്തെ കേസസ് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ പേഷ്യന്റ് ക്യാൻ ഓൺലി ബി പാലിയേറ്റഡ് ഇൻ സച്ച് കേസസ്. റെമഡി എങ്ങനെ നമ്മൾ എത്ര ചൂസ് ചെയ്ത് കൊടുത്തിരുന്നാലും ഫേവറബിളി ആക്ട് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ ഓർഗാനിക് കണ്ടീഷൻ, latent condition inside the patient and these cases cannot be cured. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ അറിഞ്ഞുകൊണ്ട് പാലിയേഷൻ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ല. And next is some patients prove every remedy they get. Hello? Okay. So 8th one, some patients prove every remedy they get. The cause may be oversensitiveness, idiosyncrasy, everything. ഒരു ഹൈപ്പോട്ടൻസി കൊടുത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ we can see that the remedy has got a prodromal period of progress, period of decline. And in acute cases, we can give such potencies 30, 200. Chronic cases 30, 200, 500 can be given. And ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ they are wonderful provers because they prove every remedy they get. And the action of medicine upon the provers, ഇവിടെ പറയുന്നത് healthy provers will be always benefited by provings. The only one observation in Kent's 12 observations regarding regarding the persons who are not sick or in case of proving, അങ്ങനെയുള്ള ഒരേ ഒരു ഒബ്സർവേഷനേ ഉള്ളൂ, which is the 9th observation. And many of the questions has been turned and twisted and asked again and again, but the answer will be the same one, the 9th observation relating with the action of medicine upon the provers. And new symptoms appearing after the remedy. So what is that mean? New symptoms are coming after remedy. Prescription was an unfavorable one. And ഒരു symptom വന്ന ഉടനെ we should not just think that ayyo my medicine has got wrong, I have to do something, I have to go for an antidote. Don't think like that. We have to wait. And if we see that there are an array of new symptoms, ഒത്തിരി ന്യൂ സിംറ്റംസ് പുതിയതായിട്ട് വരികയാണെങ്കിൽ we should check with the drug whether the drug which we have given has got such symptoms. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ പിന്നെ വേണം നമുക്ക് ഡൗട്ട് അടിക്കാനായിട്ട്, ഉടനെ തന്നെ അത് ചേഞ്ച് ചെയ്യരുത്. ബട്ട് മോസ്റ്റ്ലി ഇഫ് there is array of new symptoms coming, it means that our prescription was an unfavorable one. Maybe we can check it with the patient. ഇപ്പൊ ഈ വന്നിട്ടുള്ളത് പോലെ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് നമ്മുടെ ഫോളോ അപ്സിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഒബ്സർവേഷൻ ആണ് കെന്റിന്റെ ഈ ഒരു ഒബ്സർവേഷൻ. എടുത്ത് ചാടി ആന്റിഡോട്ടിൽ പോവുകയോ ചെയ്യരുത്. വി ഹാവ് ടു ജസ്റ്റ് വെയിറ്റ് ഫോർ സം മോർ ടൈം ആൻഡ് ഓൺലി ഈ ഒരു എന്താ പറയാ ഒരുപാട് സിംറ്റംസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ റോങ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ കൊടുത്ത മെഡിസിൻസിന്റെ പ്രൂവിങ്സ് പോലെ ആയിരിക്കും സിംറ്റംസ് വരുന്നതെന്നുള്ളതും. So we have to be careful with this one observation. And when all symptoms are observed to reappear, we have to be very happy because symptoms are disappearing in the reverse order of their coming. Patient is on the road to recovery. Diseases is getting well from above downwards. The medicine should be left alone to act on the body of the patient. If the old symptoms are coming back and staying back, then we have to give the repetition of the same dose. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓൾഡ് സിംറ്റംസ് വന്നിട്ട് പോകാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വി കനോട്ട് ഡു എനിത്തിങ് എൽസ് എക്സെപ്റ്റ്
giving a dose, repeating again a dose of the same medicine. So that means the disease is curable. And symptoms taking the wrong direction. The remedy must be antidoted at once, otherwise structural change will take place in that site. When diseases go from the center to circumference, going out from the centers of life, out from the heart, lungs, brain, spine, out from the interiors upon the extremities, it is well. ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ it is good, not in the wrong way. So symptoms taking the wrong direction, what we have to do is that at once it should be antidoted. സോ നമുക്ക് ഇതിനകത്ത് നമ്മൾ കണ്ടതിൽ വെച്ചിട്ടുള്ള ആന്റിഡോട്ടൽ ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടത് 1, 10, 12 ആണ്. ഫേവറബിൾ അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് 3, 4, 11 ആൻഡ് അൺഫേവറബിൾ ഒബ്സർവേഷൻസ് 5, 7, 10, 12. പാലിയേറ്റീവ് ഒബ്സർവേഷൻസ് 5 and 7. ഈ ഒബ്സർവേഷൻസിന്റെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ എപ്പോഴും. ബിക്കോസ് അൺഫേവറബിൾ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഈ 5, 7, 10 and 12. 3, 4, 11 നല്ലതാണെന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഈസിലി കിട്ടും. ആൻഡ് പാലിയേറ്റീവ് ഒബ്സർവേഷനിൽ 5ഉം വരുന്നുണ്ട്, 7ഉം വരുന്നുണ്ട്. 7ൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പേഷ്യന്റിന് ലേറ്റന്റ് എക്സിസ്റ്റിംഗ് ഓർഗാനിക് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് പാലിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ 5ൽ റെമഡിയുടെ പാലിയേറ്റീവ് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു ഇൻക്യൂറബിൾനെസ് കാണാം. അതിന്റെ 2 രീതിയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. മേ ബി റെമഡി സൂപ്പർഫിഷ്യൽ ആയത് കാരണം, അല്ലെങ്കിൽ പേഷ്യന്റിന് ഇൻക്യൂറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുള്ളത് കാരണം. പക്ഷെ ഉറപ്പിച്ചിട്ടും ഓർഗാനിക് കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് കാരണം പേഷ്യന്റിനെ പാലിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒബ്സർവേഷൻ ആണ് 7th ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 5th and 7th ഒബ്സർവേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സസെപ്റ്റബിലിറ്റി ആണ്. സസെപ്റ്റബിലിറ്റി ഇറ്റ് ഈസ് ബീൻ കമ്പയർഡ് ആസ് ദാറ്റ് ഓഫ് എൻ ഇൻഫ്ലക്സ്. ഈ ഇൻഫ്ലക്സിലോട്ട് ആണ് ഡിസീസ് പോകുന്നത്. അത് ഫിൽ ആവുമ്പോൾ ഇൻഫ്ലക്സ് അങ്ങ് സ്റ്റോപ്പ് ആകും എന്നാണ് കെന്റ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ടെൽസ് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു സ്റ്റഡി എ റെമഡി ഇസ് ടു മേക്ക് എ പ്രൂവിംഗ് ഓഫ് ഇറ്റ്. ഇനി നമ്മൾ വരുന്നത് ഇഡിയോസിൻക്രസിയിലോട്ടാണ്. ഇഡിയോസിൻക്രസി മീൻസ് ഓവർ സെൻസിറ്റീവ്നെസ് ടു വൺ തിങ് ഓർ എ ഫ്യൂ തിങ്സ്. ഇഡിയോസിൻക്രസി ഒരു 4 ടൈപ്പായിട്ട് ഡോക്ടർ കെന്റ് പറയുന്നുണ്ട്. ക്രോണിക് മയസത്തിൽ നിന്ന് വരുന്ന ഒരു ക്രോണിക് ഇഡിയോസിൻക്രസി, അക്യൂട്ട് മയസത്തിൽ നിന്ന് വരുന്ന ഒരു അക്യൂട്ട് ഇഡിയോസിൻക്രസി, അക്വയർ ചെയ്യുന്ന ഒരു ഇഡിയോസിൻക്രസിയും, കൺജനൈറ്റൽ ആയിട്ട് ബൈ ബർത്ത് വി ആർ ഗെറ്റിംഗ് സം ഇഡിയോസിൻക്രസി. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് എന്ന് പറഞ്ഞ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് ദിസ് കൺജനൈറ്റൽ ഇഡിയോസിൻക്രസി ആണ്. ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു റെസ്റ്റോക്സിന്റെ ഒരു അക്യൂട്ട് പോയ്സണിങ് സംഭവിച്ചു, ഒരു ഇഡിയോസിൻക്രസി പോലെ വന്നിട്ടുണ്ടെങ്കിൽ, അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസിൽ റെസ്റ്റോക്സ് തന്നെ CM ആയിട്ട് ഒരു MM കൊടുക്കുവാണ്, ഒരു ഡോസ് കൊടുക്കുവാണെങ്കിൽ അതിന് ഈൽഡ് ചെയ്യുന്നുണ്ട്. ബട്ട് റിഗാർഡിങ് കൺജനൈറ്റൽ കണ്ടീഷൻസ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ആന്റിസോറിക് റെമഡി എന്തെങ്കിലും പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. വി കനോട്ട് ക്യൂർ ദാറ്റ്. That has been said, it is very difficult to cure. പിന്നെ സീക്വലി എന്ന് പറയുന്നത് എപ്പോഴും മയസ്മാറ്റിക് ആണ്. ദേ ആർ ജസ്റ്റ് ദ ഔട്ട്ക്രോപ്പിംഗ്സ് ഓഫ് ക്രോണിക് മയസംസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഹോമിയോപ്പതിസിറ്റി പറയുന്നുണ്ട്. ഇത് തന്നെ അഫോർസം 276 ഹോമിയോപ്പതിസിറ്റിയെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കൊടുത്ത ഒരു ഹോമിയോപ്പതിക് റെമഡിയും ആ കൊടുത്ത് ക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ആ ഡ്രഗും ആ ക്യൂർ ആകപ്പെട്ട പേഷ്യന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്ന വാക്കാണ് ഹോമിയോപ്പതിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സിമിലിമം എന്ന് പറയുമ്പം എപ്പോഴും ദ റെമഡി ദാറ്റ്സ് ക്യൂർഡ് ദ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് കൊടുത്ത് ക്യൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സിമിലിമം. ആൻഡ് ബിഫോർ ക്യൂർ ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ സിമിലർ റെമഡി. അതെപ്പോഴും ജസ്റ്റ് ഇറ്റ് വോണ്ട് ബി ആസ്ക്ഡ് ആസ് എൻ MCQ, ബട്ട് ഫോർ യുവർ നോളജ് ഐ എം ടെല്ലിംഗ്. ആൻഡ് സസെപ്റ്റബിലിറ്റി അണ്ടർലൈസ് ഓൾ കണ്ടീഷൻ ആൻഡ് ഓൾ ക്യൂർ. നമ്മളെ ഡിസീസ് പ്രൊഡ്യൂസിങ്ങിന് ഒരു കോസായിട്ട് നിൽക്കുന്നതും ക്യൂർ വരാനും കോസായിട്ടുള്ളതും ഒരേ സസെപ്റ്റബിലിറ്റി തന്നെ. ഈ സസെപ്റ്റബിലിറ്റിയെ എന്താ പറയുക, സസെപ്റ്റബിലിറ്റിക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് കൊടുക്കുമ്പോഴാണ്, മെഡിസിൻ കൊടുക്കുമ്പോഴാണ് ക്യൂർ വരുന്നതെന്നും ഒരു ഡിസീസിനോട് ഉണ്ടാവുന്ന ഒരു സസെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിക്നസ് വരുള്ളൂ എന്നുള്ളതാണ്. സോ ദ കോസ് ഓഫ് സിക്നസ് ആൻഡ് ദ ക്യൂർ ഓഫ് സിക്നസ് knock at the same door, and which is that door? That is a door known as susceptibility. സസെപ്റ്റബിലിറ്റി സിക്നസ് വന്ന് നോക്കുന്നതും സസെപ്റ്റബിലിറ്റിയിലാണ്. പ്ലീസ് മ്യൂട്ട് യുവർ മൈക്സ്, പ്ലീസ് മ്യൂട്ട് യുവർ മൈക്സ്. So I was telling about susceptibility. Sickness-il the cause of the sickness as well as the cure of the sickness both knock at the same door known as susceptibility. ഒരു ഡിസീസിനോടുള്ള സസെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിലേ ആ സിക്നസ് വരത്തുള്ളൂ.
മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് മെഡിസിനോടുള്ള ബോഡിയുടെ സസെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിലേ അവിടെ ഒരു ക്യൂറും വരത്തുള്ളൂ. സോ ദ കോസ് ഓഫ് സിക്നസ് ആൻഡ് ദ ക്യൂർ ഓഫ് സിക്നസ് ദേ നോക്ക് അറ്റ് ദ സെയിം ഡോർ വിച്ച് ഇസ് നോൺ ആസ് സസെപ്റ്റബിലിറ്റി. ആൻഡ് ഒരു സിക്നസ്സിൽ നിന്നുള്ള നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ വി ഹാവ് 2 ways. ഒന്ന് ഈസ് ഒരു ഹോമിയോപ്പത്തിക് വേ ആൻഡ് ദ അതർ വൺ ഈസ് ബൈ യൂസ്. യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ആകുന്നത്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോമിയോപ്പത്തിക് വേ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഫൈലാക്റ്റിക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോവിഡിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. ഹോമിയോപ്പത്തിക് പ്രൊഫൈലാക്റ്റിക് കൊടുത്ത് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ യൂസ്ഡ് ആകുന്ന എങ്ങനെയാണ്, നമ്മൾ കുറച്ച് ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ അതുമായിട്ട് ചെറിയ രീതിയിലൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട്, ഫിയർ ഇല്ലാത്ത ആൾക്കാർക്ക് എക്സ്പോഷർ വന്നാലും കുറച്ച് എക്സ്പോസ്ഡ് ആകുമ്പം അവർക്കൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 രീതിയിലാണ് പ്രൊട്ടക്ഷൻ ഫ്രം സിക്നസ് ഉണ്ടാവുക എന്ന് കെന്റ് പറയുന്നത്. ആൻഡ് ഫിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഓവർവെൽമിങ് കോസ് ഓഫ് സിക്നസ് ആയിരിക്കും. ദോസ് ഹു ഫോൾ prey to fear are likely to become sick, but those who face disease with no fear are likely to remain well. എല്ലാം മൈൻഡിന്റെ ഒരു വിൽ പവർ അനുസരിച്ചിട്ടിരിക്കും. പേടിയുള്ളവർക്ക് പെട്ടെന്ന് അസുഖം വരും, പേടിക്കാത്തവർക്ക്, വർക്കിൽ ഫിയർ ഇല്ലാത്തവർക്ക് അസുഖങ്ങൾ വരത്തില്ല. സോ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ. Second prescription എന്ന് പറയുമ്പോൾ we also known that it is a repetition. It can be repetition of first one, it can be an antidotal one, it can be a change of remedy, it can be a complementary one or a change of plan of treatment. ഇത് ഏത് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നാലും it is known to be a second prescription. So repetition of the first, antidote, change of remedy, change of plan of treatment, and it can be a complementary one. And ഇത് ഡോക്ടർ കെന്റിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. വാട്ട് ദ ഡോക്ടേഴ്സ് നീഡ് ടു നോ. ആൻഡ് 1897 വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെപ്പർട്ടറി ടു ഹോമിയോപ്പത്തിക് മെറ്റീരിയമെഡിക്ക 1900, ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി, ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയമെഡിക്ക ഓൺ 1905, lectures and essay. It is said as to be Stuart Close works. And here we have a question. The memorial edition of Lectures of Homeopathic Philosophy by J.T. Kent was published in. Memorial edition എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ ഓർമ്മ എഡിഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ഡോക്ടർ കെന്റ്? ആർക്കെങ്കിലും പറയാമോ? സി ഈസ് ദ ആൻസർ. 1916 ജൂണിലാണ് അദ്ദേഹം മരിക്കുന്നത്. സോ മെമ്മോറിയൽ എഡിഷൻ വിൽ കം ആഫ്റ്റർവേർഡ്സ് ദാറ്റ് ഓൺലി. സോ 1919 നിങ്ങൾക്ക് സുഖമായിട്ടും ഇതിന് ഉത്തരം എഴുതാം. And next is when the remedies act favorably, but the patient is not cured and can't never ever be cured. Remedy pardon? Seventh one. കാരണം റെമഡി എത്ര നന്നായിട്ട് കൊടുത്തിരുന്നാലും ഓർഗാനിക് കണ്ടീഷൻസ് ഉള്ളിലുണ്ട്, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ആ പേഷ്യന്റിനെ. The highest order of cure in acute affection relates to which observation? Acute affectionൽ highest order of cure. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 4, yeah, right one. The Lectures of Homeopathic Philosophy by J.T. Kent contains how many chapters? 37. നിങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, താങ്ക് യു. സോ ഇത് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഹോമിയോപ്പത്തിക് ഫിലോസഫി നോക്കിയതാണ്. ആൻഡ് നൗ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ അതർ വൺ. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഡോക്ടർ റിച്ചാർഡ് ഹ്യൂഗ്സ്. സ്ലൈഡ് ഷെയർ മോഡിലാണല്ലോ അല്ലേ? അതെ. ഓക്കെ, സോ ഡോക്ടർ റിച്ചാർഡ് ഹ്യൂഗ്സിൻ്റെത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് സിൻസ് ഇറ്റ്സ് എ ഫിലോസഫി ക്ലാസ്, ഐ എം ജസ്റ്റ് ടെല്ലിങ് എവറിത്തിങ്. So he was born on 20th August 1836, London, England. His father was Philip Hughes, who was a retired War Office clerk, and he took a degree MD in 1860 from American College. And his wife name was Sarah. He had 6 children, and his death was on 9th April 1902. So regarding his education, he received it at Edinburgh, Scotland, and also he has got a FRCS title and MD in American College, LRCP in 1860. And he started practicing in Brighton Homeopathic Dispensary, England. ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹോമിയോപ്പത്തിക് ഡിസ്പെൻസറിയിൽ പ്രാക്ടീസ് ചെയ്തതും ബ്രൈറ്റൺ
എന്നായിരുന്നു അതിന്റെ പേര്. ആൻഡ് ഇയർ അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ തന്നെയാണ് അദ്ദേഹം ഒരു അപ്പോസ്റ്റോളിക് ചർച്ച് പാസ്റ്റർ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഹി വാസ് എ പേഴ്സൺ ഹു സ്വിച്ച് ഫ്രം അലോപ്പതി ടു ഹോമിയോപ്പതി. And the main cardinal points which has to be remembered regarding Richard Hughes is that he is an editor of the British Journal of Homeopathy, and he was a teacher to Dr. J.H. Clark. അപ്പോൾ ജോൺ ഹെൻറി ക്ലാർക്കിന്റെ ടീച്ചർ ആയിരുന്നു പ്രൊഫസർ റിച്ചാർഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്നത്. He is known as the grand old man of the British homeopathy. So if a question asks like this, who is the grand old man of British homeopathy, you have to write it as Richard Hughes. And ഹാനിമാന്റെ റീബറിയൽ കംപ്ലീറ്റ്ലി സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. ആൻഡ് ഹി ഈസ് അതർവൈസ് നോൺ ആസ് ഹാഫ് ഹോമിയോപ്പതി ഓർ 3Xer, കാരണം കൂടുതൽ മെഡിസിൻസും അദ്ദേഹം എഴുതിയിരുന്ന 3Xലായിരുന്നു. ആൻഡ് ഡോക്ടർ ഹ്യൂഗ്സ് ഹാനിമാനെ റെഫർ ചെയ്യുന്നത് ആസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ഫാർമക്കോളജി എന്നാണ്. സോ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ഫാർമക്കോളജി എന്ന് ഹാനിമാനെ പറഞ്ഞിട്ടുള്ളത് ഹ്യൂഗ്സ് ആണ്. ആൻഡ് അനിമൽ പ്രൂവിങ്സ് ഒക്കെ കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത ഒരു വ്യക്തിയാണ് ഹ്യൂഗ്സ്. ഹാനിമാന്റെ പല സോറ തിയറിക്ക് എഗെയിൻസ്റ്റും ക്രോണിക് മയസത്തിന് എഗെയിൻസ്റ്റ് ഒക്കെ കുറച്ച് എന്താ പറയാ റൈറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒപ്പോസ് ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ് ഡോക്ടർ റിച്ചാർഡ് ഹ്യൂഗ്സ്. ആൻഡ് ഹി പ്രൂവ്ഡ് ഡ്രോസീറ ഓൺ കാറ്റ്സ്, ആൻഡ് അവിടെ കുറച്ച് ട്യൂബർക്കുലസ് ലൈക്ക് സിംറ്റംസ് ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ ബുക്സിൽ. ആൻഡ് ലാറ്റിനിലെ വേർഡ് ആണ് സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ എന്നും ദ മീനിങ് ഓഫ് ഇറ്റ് ഈസ് ലെറ്റ് ലൈക്സ് ബി ട്രീറ്റഡ് ബൈ ലൈക്സ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹാനിമാന്റെ മുന്നേ ലൈക്സ് ടു ലൈക്സ് എന്നുള്ള കൺസെപ്റ്റിൽ പോയ കുറച്ച് വ്യക്തികളുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട്, ലൈക്ക് ഹിപ്പോക്രാറ്റ്സ്, ടാൽ, ഡെയിൻ സ്റ്റോർക്ക്, ഡി ഹെയ്ൻ എന്നൊക്കെ. അതിൽ ഹിപ്പോക്രാറ്റ്സ് ആണെങ്കിൽ എമിറ്റിക്സ് യൂസ് ചെയ്തിട്ട് വോമിറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, വോമിറ്റിങ്ങിന് എമിറ്റിക്സ് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേൺസിന് സ്റ്റോൾ വന്നിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്തിരുന്നു, അസിഡിറ്റി ഓഫ് സ്റ്റൊമക്കിന് സൾഫ്യൂരിക് ആസിഡ് ട്രൈ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ലൈക്സ് ടു ലൈക്സിന്റെ ആൾക്കാരായത് എന്ന് ഇദ്ദേഹത്തിന്റെ ബുക്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. So just keep in mind about the person's names: Hippocrates, Stahl, Dane, Stork, D. Hain. And ഹാനിമാനെ വന്നിട്ട് ഒരു ഡബിൾ ഹെഡഡ് പ്രൊഡിജി ഓഫ് ജീനിയസ് ആൻഡ് എറുഡീഷൻ എന്ന് പറയുന്നത് ജീൻ പോൾ റിച്ചർ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന് ഇങ്ങനെ കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് റിച്ചാർഡ് ഹ്യൂഗ്സ് ഹിംസെൽഫ് ടോൾഡ് അബൌട്ട് ഓർഗനോൺ ആസ് ഓർഗനോൺ ഈസ് ഹാനിമാൻസ് എക്സ്പോസിഷൻ ആൻഡ് വിൻഡിക്കേഷൻ ഓഫ് ഹിസ് തെറാപ്യൂട്ടിക് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് കോഡ്സ് പോലെ വരാൻ സാധ്യതയുള്ളത് റിച്ചാർഡ് ഹ്യൂഗ്സിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ട് MD എക്സാംസിനൊക്കെ ആണെങ്കിൽ ഓക്കെ, but I don't think for now it will be asked. But even though I have just quoted it, organon is Hahnemann's exposition and vindication of his therapeutic method. Homeopathy is the grave of science, for science has no existence here. It dies and is buried എന്ന് പറയുന്നുണ്ട്. And other quotings ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. Homeopathy, like the candlestick of Hebrew tabernacle, has been shaped by hammering, not by casting. അച്ചിൽ വാർത്തെടുത്തതല്ല, അടിയും തട്ടും കിട്ടിയൊക്കെ തന്നെയാണ് ഇങ്ങനെ ആയത് എന്നാണ് പറയുന്നത്. ആൻഡ് ഫിസിയോളജി ടു പത്തോളജി ആർ ടു ഇറ്റ് വാട്ട് കെമിസ്ട്രി ടു അഗ്രികൾച്ചർ ആൻഡ് ആസ്ട്രോണമി ടു നാവിഗേഷൻ. അപ്പം കുറച്ച് ആസ്ട്രോണമിയുടെ കാര്യവും കെമിസ്ട്രിയുടെ കാര്യവും കാൻഡിൽ സ്റ്റിക്കിന്റെ കാര്യവും ഒക്കെ പറയുന്നത് റിച്ചാർഡ് ഹ്യൂഗ്സ് തന്നെയാണ്. ആൻഡ് ഹോമിയോപ്പതിയിൽ ഒരു പൊട്ടൻസി യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹാനിമാൻ 30C പറഞ്ഞത് 1829 ഇദ്ദേഹത്തിന്റെ ബുക്സിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഹാനിമാൻ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു വൈറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. സ്റ്റാൾ അന്നത്തെ സമയത്ത് അനിമിസം ആയിരുന്നു കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. അനിമിസം എന്ന് പറയുമ്പോൾ ഇമ്മോർട്ടൽ സോൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിരുന്ന ടൈമായിരുന്നു. സോ അത് രണ്ടും ഇദ്ദേഹത്തിന്റെ ബുക്സിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈറ്റൽ ഫോഴ്സിന്റെ ഒരു ജർമ്മൻ വേർഡ് ലെവൻസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇത് ഞാൻ അഫോർസംസ് എടുത്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 1829 30C യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് ഇനി ഒരു റെമഡി, സിമിലർ റെമഡിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോരോ വർക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പം റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ വർക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹി ലുക്സ് അപ്പോൺ 3 സിമിലാരിറ്റീസ്: ജനറിക് സിമിലാരിറ്റി, സ്പെസിഫിക് സിമിലാരിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ സിമിലാരിറ്റി. ഇതങ്ങനെ ചോദിച്ചു കാണത്തില്ല, ജസ്റ്റ് മെൻഷനിങ്. ആൻഡ് ഈ സ്പെസിഫിക് സിമിലാരിറ്റിയിലും ഇൻഡിവിജ്വൽ സിമിലാരിറ്റിയിലും ഇടയിൽ നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോമിയോപ്പതിക് റെമഡി കൊടുക്കാൻ പറ്റുന്നത്. ജനറിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണയുള്ള ജനറൽ സിംറ്റംസ് ഇല്ലേ, ഇപ്പം ജനറിക് സിമിലാരിറ്റിയിൽ ജനറൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഓർ സ്ലീപ്ലെസ്നെസ് അങ്ങനെയൊക്കെ ഫീവറിന്റെ കൂടെ വരത്തില്ല, അതൊക്കെ ആയിരിക്കും ജനറിക് സിമിലാരിറ്റിയിൽ വരിക. സ്പെസിഫിക് സിമിലാരിറ്റിയിലാണെങ്കിൽ എവിടെയാണ് സീറ്റ് ഓഫ് ആക്ഷൻ, വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് ആക്ഷൻ,
what are the causative modifications, what was the character of pain, concomitants, ഈ 5 points ആയിരിക്കും സ്പെസിഫിക് സിമിലാരിറ്റി നോക്കുന്നത്. ആൻഡ് ഈ ഹ്യൂഗ്സിന്റെ സ്പെസിഫിക് സിമിലാരിറ്റി ആണ് ഡ്രിസ്ഡെയില് പത്തോളജിക്കൽ സിമിലി എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്തത്. രണ്ടും സ്പീക്കിംഗ് ഓഫ് ദ സെയിം തിങ് ആണ്. സീറ്റ് ഓഫ് ആക്ഷൻ, കൈൻഡ് ഓഫ് ആക്ഷൻ, വാട്ട് ആർ ദ കോസറ്റീവ് മോഡിഫിക്കേഷൻസ്, ക്യാരക്ടർ ഓഫ് പെയിൻ, കൺകോമിറ്റൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, ടെമ്പറമെന്റ്, മെന്റൽ ഇമോഷണൽ സ്റ്റേറ്റ്, conditions of aggravation, amelioration, which is a side of the body which has been affected, which is a time of the day that has got more affections. ഇതൊക്കെ നോക്കുന്നതാണ് ഇൻഡിവിജ്വൽ സിമിലാരിറ്റി. സോ ഒരു മെഡിസിൻ സെലക്ഷന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, 3 things will be considered, that is generic similarity, specific similarity and individual similarity as per Richard Hughes. And in the union of specific and individual similarity lies the ideal homeopathy. And similar remedy നമ്മൾ കൊടുക്കുമ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാ? സിംഗിൾ, റയർലി, മൈന്യൂട്ട്ലി, കോൺസ്റ്റിറ്റ്യൂഷണലി. And he also quotes like this in 1796. Hahnemann says that I have never repeated the dose until the action of the former one has ceased. മുന്നത്തെ ആക്ഷൻ കഴിയാതെ വേറൊരു മെഡിസിൻ ഞാൻ കൊടുക്കാറില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല ആ ഡോസ് എന്ന് ഹാനിമാൻ പറയുന്നുണ്ട്. ഇതേ തന്നെയാണ് മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസിലും ഓർഗനോണിലും അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹി ഓൾസോ യൂസസ് ദിസ് annotation, that is, do not reject the use of frequently repeated doses in hyperacute diseases such as cholera. കോളറ പോലുള്ള സമയത്ത് ഈവൻ 5 minutes ഒരിക്കലൊക്കെ മെഡിസിൻസ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഹൈപ്പർ അക്യൂട്ട് കേസസിൽ ഫ്രീക്വന്റ്ലി ഡോസേജ് കൊടുക്കുകയും വേണം. ചില കണ്ടീഷൻസിൽ ഒരു മെഡിസിന്റെ ഡോസിന്റെ ആക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നത് ഒരേ വ്യക്തി തന്നെയാണ്, നമ്മുടെ ഡോക്ടർ ഹാനിമാൻ ആണ്. സോ ദ ഇൻഡിക്കേഷൻ വെദർ വി ഹാവ് ടു ഗീവ് ഫോർ എ സിംഗിൾ ഓർ റിപ്പീറ്റഡ് ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് റിയാക്ഷൻ വിച്ച് ദ പേഷ്യന്റ് ഈസ് കേപ്പബിൾ. ആൻഡ് നെക്സ്റ്റ് ഈസ് ആർബോറിവൈറ്റൽ മെഡിക്കേഷൻ. ആർബോറിവൈറ്റൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബർട്ട് കൂപ്പർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്, ഒരു പ്ലാന്റിന്റെ പ്രിപ്പറേഷന്റെ ഫ്രഷസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോസ് എടുത്തിട്ട് അതിന്റെ ഒരു മെറ്റീരിയൽ സിംഗിൾ ഡോസ് പേഷ്യന്റിന് കൊടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യും. അപ്പൊ ഹാനിമാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനോട് സിമിലർ ഉണ്ടായിരുന്നത് ഈ ആർബോറിവൈറ്റൽ മെഡിക്കേഷൻ ഓഫ് ഡോക്ടർ റോബർട്ട് കൂപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ജസ്റ്റ് അതിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് ഹ്യൂഗ്സ്. Then these are the literary contributions of Dr. Richard Hughes: Manual of Pharmacodynamics, Manual of Therapeutics, Hahnemann as a Medical Philosopher, A Course of Lectures on Knowledge of Physician, Cyclopedia of Drug Pathogenesis, 4 volumes, 1887, Principles and Practice of Homeopathy. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്തൊരു ട്രിക്കി ക്വസ്റ്റ്യന്റെ സാധ്യതയുള്ള ഒരു ഏരിയ ആണത്. നമ്മുടെ എച്ച് റോബോട്ട്സിന്റെ ബുക്കിന്റെ പേരും ഇതും തമ്മിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. The Principles and Practice of Homeopathy എന്ന് പറഞ്ഞാൽ the book is written by Richard Hughes. And നമ്മുടെ എച്ച് റോബോട്ട്സിന്റെ ബുക്കിന്റെ പേരെന്താ? The Principles and Art of Cure by Homeopathy. പ്രാക്ടീസ് എന്നുള്ളതും ആർട്ട് ഓഫ് ക്യൂർ എന്ന് വരുമ്പം ഓതേഴ്സ് മാറുകയാണ്. അവിടെ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും എച്ച് റോബോട്ട്സ് കുത്താനായിട്ട്, അങ്ങനെ ആയി പോകരുത്. And Repertory to Cyclopedia of Drug Pathogenesis, 1900. So be careful with the Principle and Practice of Homeopathy, the book written by Richard Hughes. The Principles and Art of Cure by Homeopathy by H.A. Roberts. ആൻഡ് ഇദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പലരെയും വർക്ക്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് TF അലന്റെ എൻസൈക്ലോപീഡിയ ഓഫ് പ്യുവർ മെറ്റീരിയൽ 10 വോളിയൂംസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ TF അലനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ റിച്ചാർഡ് ഹ്യൂഗ്സ്. ആൻഡ് ഹി ഓൾസോ അസിസ്റ്റഡ് R.E. Dedgen in translating Hahnemann's Metromedica Pura to English. അങ്ങനെ 2 കോൺട്രിബ്യൂഷൻസും കൂടെ പറയുന്നുണ്ട്. So നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, based on this Richard Hughes question, organon is Hahnemann's exposition and vindication of his therapeutic method. നമുക്ക് എല്ലാവർക്കും അറിയാം റിച്ചാർഡ് ഹ്യൂഗ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. Yeah, homeopathy is the grave for science and science has no existence here. It dies and is buried. Said by again Richard Hughes. And allopathy written in which edition of organon? ഇത് നമ്മുടെ ഓർഗനോണിൽ ഡോക്ടർ റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ 2 ചാപ്റ്റേഴ്സ് ഓർഗനോൺ എന്നുള്ള ചാപ്റ്റേഴ്സിന് ഓർഗനോണിനകത്ത് വന്നിട്ടുള്ള എവല്യൂഷന്റെ ചേഞ്ചസ് ഒക്കെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ റിട്ടൺ ആയിട്ടുള്ള അതിനകത്ത് നിന്നിട്ട് പറയുന്നുണ്ട് അലോപ്പതി എന്നുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് 4th എഡിഷനിലാണ് ആദ്യമായിട്ട് ഓർഗനോണിനകത്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. And uniformity in homeopathic usage of dilution,
determined by Hahnemann in 1829. ഏതായിരുന്നു ആ പൊട്ടൻസി? 30. 30C. തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചേനായിരുന്നു. ബട്ട് ബി കെയർഫുൾ വിത്ത് ദ ഇയർ. 30 പൊട്ടൻസിയ പറയുന്നത്. 30യിൽ നിന്ന് ഒന്ന് കുറച്ചാൽ 1829 ആവും. ആൻഡ് ഹാനിമാൻ ഹിംസെൽഫ് കോൾഡ് ആസ് വാട്ട്? വൈറ്റലിസ്റ്റ്. വൈറ്റൽ ഫോഴ്സ് വന്നതുകൊണ്ട് വൈറ്റലിസ്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് മെഡിസിൻ ഇൻഡിക്കേറ്റഡ് ഇൻ ലോ ഫീവേഴ്സ് ആസ് പെർ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ്. അതിനകത്ത് ലോ ഫീവേഴ്സിന് ഇൻഡിക്കേഷൻ ആയിട്ട് മ്യൂറേറ്റിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട്. Pathological simile, it is a word coined by whom? Drysdale. Okay, ഈ pathological simile നമ്മുടെ റിച്ചാർഡ് ഹ്യൂക്സിന്റെ ഏതുമായിട്ടാണ് സിമിലർ ആയിട്ടുള്ളത്? വിച്ച് സിമിലാരിറ്റി ആയിട്ടാണ്? സ്പെസിഫിക് സിമിലാരിറ്റി. ആൻഡ് 5 ഗ്രൂപ്പ് പൗഡേഴ്സ് ഓഫ് ബോണിഗസൺ ഉണ്ട്. അതായത് ബോണിഗസൺ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുമ്പം ഇത്തിരി പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇത്തിരി ഒത്തിരി ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വന്നിട്ട് പോകുമ്പോഴേ അവർ ഓരോ സ്റ്റേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡോക്ടറെ അടുത്ത് വന്നിട്ട് കണ്ടിട്ട് മെഡിസിൻ വാങ്ങിപ്പോകാനുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല. സോ ബോണിഗസൺ പൗഡേഴ്സ്, ഗ്രൂപ്പിന്റെ പൗഡേഴ്സ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻസ് പറഞ്ഞിട്ട് ഈ ഇത്ര സിംറ്റംസ് വരുമ്പം ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം, അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ചേഞ്ച് ആകുമ്പോൾ അടുത്ത പൗഡർ കൊടുക്കണം എന്ന് പറഞ്ഞാണ് വിടുന്നത്. സോ അങ്ങനെ ബോണിഗസൺ ഒരു 5 ഗ്രൂപ്പ് പൗഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇവിടെ 5 ഗ്രൂപ്പ് പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി അറിയാം ഗ്രൂപ്പിന്. നിങ്ങൾക്ക് ഇതിൽ ഏത് വരും എന്നാ തോന്നുന്നത്? A option. എ ഓപ്ഷൻ. വെരി ഗുഡ്. ഈ ഓപ്ഷനിൽ പ്രത്യേകിച്ച് അക്കോണൈറ്റ്, സ്പോഞ്ചിയ, ഹെപ്പാർ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും സ്പോഞ്ചിയ, ഹെപ്പാർ, ആഷ് എന്ന് ഓർത്ത് വെക്കുക. എൻ്റെ കുറച്ച് ട്രിക്സ് ആണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളത് ഫോളോ ചെയ്യാം. Aconite, Spongia, Hepar, and again Spongia, Hepar. അതാണ് 5 group powders of Bonnington. In the last edition, Hahnemann advises the occasional interposition of doses of dash when repeating sulfur. Sulfur antisoric treatment കൊടുക്കുന്നതിനിടയ്ക്ക് കണ്ടിന്യൂസ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ചില ഒരു ഡ്രഗിന്റെ ഒരു ഇന്റർപോസിഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഡ്രഗ് എന്നാണ് ചോദ്യം? ഹെപ്പാർ സൾഫ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ ഞാൻ കണ്ടതാണ്. ഹു റോട്ട് എ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഓൺ ഡൈനമൈസേഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദ ജേർണൽ ഓർഗനോൺ. ഓർഗനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലില് മെഡിസിൻസിന്റെ ഡൈനമൈസേഷനെ കുറിച്ചിട്ട് ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾ ഒരാൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് റിച്ചാർഡ് ഹ്യൂക്സിന്റെ ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ആരാണ് എന്നാണ് ചോദ്യം. ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഡോക്ടർ സ്കിന്നർ. Then homeopathy is a therapeutic method said by whom? റിച്ചാർഡ് ഹ്യൂക്സ്. ഇതില് ചില സ്ഥലത്ത് കൺഫ്യൂഷൻസ് വരാറുണ്ട്. പലർക്കും അത് ഡൺഹാം ആണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഹോമിയോപ്പതി ഈസ് എ തെറാപ്യൂട്ടിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് റിച്ചാർഡ് ഹ്യൂക്സ് ആണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് റിച്ചാർഡ് ഹ്യൂക്സ്. So next we are moving to Dunham. So ഡൻഹാമിന്റെ കാര്യം പറയുമ്പോൾ ഡൻഹാം വാസ് ബോൺ ഇൻ ന്യൂയോർക്ക് ഇൻ 1828. കോളറ എപ്പിഡമിക്കിൽ അദ്ദേഹത്തിന്റെ അമ്മയെ അദ്ദേഹത്തിന് 6 വയസ്സിൽ നഷ്ടപ്പെട്ടു. ആൻഡ് ഹി ഡിഡ് ഹിസ് ഗ്രാജുവേഷൻ ഇൻ കൊളംബിയ കോളേജ്, മാസ്റ്റർ ഡിഗ്രി ഇൻ ന്യൂയോർക്ക് കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ്. ഹി ടുക്ക് ദ ഡോക്ടർ ഓഫ് മെഡിസിൻ ഇൻ 1850. അദ്ദേഹം ഡോക്ടർ ബോണിഗസന്റെ പ്യൂപ്പിളായിരുന്നു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് പ്രാക്ടീസ് ഇൻ ബ്രൂക്ലിൻ. ആൻഡ് അദ്ദേഹത്തിന് രണ്ട് വട്ടം ഹോമിയോപ്പതിക് മെഡിസിൻസ് അദ്ദേഹം യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. സോ ഡൻഹാം ഫസ്റ്റ് യൂസ്ഡ് ലാക്കസിസ് ഫോർ ഹിസ് ഡിസെക്റ്റിംഗ് വൂണ്ട്. ആൻഡ് രണ്ടാമത് അദ്ദേഹത്തിന് ഹെറിംഗ് പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ് എന്ന് പറയുന്നത് റൊമാറ്റിക് ആർഡൈറ്റിസിന് ലിത്തിയം കാർബായിരുന്നു. ആൻഡ് ഹോമിയോപ്പതി ദ സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കിൽ അത് ആദ്യം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത് അമേരിക്കൻ ഹോമിയോപ്പതിക് റിവ്യൂവിലാണ്. ആൻഡ് ഒരേ ടൈമിൽ ഹൈജീനിസ്റ്റ് ആയിട്ടും തെറാപ്പിറ്റിസ്റ്റ് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്, മീൻസ് പ്രാക്ടീസ് ചെയ്ത ഒരു ഫിസിഷ്യൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവിൽ കാരോൾ ഡൻഹാം. ആൻഡ് ഹോമിയോപ്പതി, അദ്ദേഹം പറയുന്നത് ഹോമിയോപ്പതിയും അലോപ്പതിയും ഒരു കാര്യത്തിലാണ് സിമിലർ ആയിട്ടുള്ളത്, ഒരു ഫിലോസഫി ഓഫ് സയൻസിൽ. അതായത് ഹൈജീന്റെ കാര്യം വരുമ്പം രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്സിൽ നോട്ട്സ് ലെക്ചേഴ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ തെറാപ്യൂട്ടിക്സിന് റോൾ ഉള്ള സ്ഥലമുണ്ട്, എവിടെയാ മെഡിസിൻ കൊടുക്കേണ്ടത്,
എവിടെ മെഡിസിൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് അദ്ദേഹം പറയുന്നുണ്ട്. എപ്പിലെപ്റ്റിക് കൺവൾഷൻസ് വന്നിട്ട് ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറഞ്ഞാൽ തൈയിൽ ഒരു ഗൺ ഷോട്ട് വൂണ്ട് ഉണ്ടായിരുന്നു, അതിന്റെ ബുള്ളറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് സയാറ്റിക് നെർവിന് ഇറിറ്റേറ്റ് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ കൺവൾഷൻസ് വന്നിരുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺവൾഷൻസ് മാറി. ഇവിടെ എത്ര മെഡിസിൻസ് കൊടുത്താലും ആ ഒരു ഗൺ ഷോട്ട് വൂണ്ടിന്റെ ബോൾ മാറ്റുന്നത് വരെ ആ ഒരു ഇറിറ്റേഷൻ മാറത്തില്ല. സോ തെറാപ്യൂട്ടിക്സിന് റോൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, റോൾ ഉള്ള സ്ഥലമുണ്ട്. ഹോൾ ആർട്ട് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അത് ബേസ് ചെയ്തിരിക്കുന്നത് സയൻസ് ഓഫ് ഹൈജീൻ ടുഗദർ വിത്ത് ദ സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്സ്. ഹൈജീൻ മാത്രം കൊണ്ടും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, തെറാപ്യൂട്ടിക്സ് മാത്രം കൊണ്ടും മാറ്റത്തില്ല. മെഡിസിന്റെ ആർട്ട് എന്ന് പറയുമ്പോൾ രണ്ടും ജോയിന്റ് ആയിട്ട് പോകണം. അദ്ദേഹം പറയുന്ന കൺസെപ്റ്റ് ആണ് ജനറൽ സ്റ്റിമുലൈ, സ്പെസിഫിക് സ്റ്റിമുലൈ. ജനറൽ സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സ്റ്റിമുലൈസ്, ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, അറ്റ്മോസ്ഫിയറിക് എയർ, അങ്ങനെയൊക്കെയാണ്. സ്പെസിഫിക് സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ എന്താ, മെഡിസിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഫോറിൻ ടു ദ ഓർഗാനിസം ആണ്. ജനറൽ സ്റ്റിമുലൈ ഡിഫറെന്റ് ആണ്. മെഡിസിൻസ് എപ്പോഴും നമ്മുടെ സസെപ്റ്റബിലിറ്റിയിൽ ആക്ട് ചെയ്യത്തില്ലേ, അപ്പം ഇറ്റ് ആക്ട് ഓൺ സസെപ്റ്റബിലിറ്റീസ്. ആൻഡ് ലോ ഓഫ് ഹൈജീൻ എന്ന് പറയുന്നത് ഡെൻഹാം പറയുന്നത് കോസ സബ്ലാറ്റ ടോളിറ്റർ ഇഫക്റ്റസ് എന്നാണ് ഗ്രേറ്റ് ലോ ഓഫ് ഹൈജീൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു സ്റ്റിമുലസ്, ദ ജനറൽ സ്റ്റിമുലസ് വിച്ച് ഈസ് ഡെഫിഷ്യന്റ് ഓർ എക്സസീവ് ഇൻ ക്വാണ്ടിറ്റി ഓർ അബ്നോർമൽ ഇൻ ക്വാളിറ്റി, ഏതാണെങ്കിലും ഇക്വിലിബ്രിയം ഓഫ് ദ സ്റ്റിമുലൈ ടു ബി റീസ്റ്റോർഡ്. കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതിന്റെ സ്റ്റിമുലൈയുടെ ആ ഒരു ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്താൽ ഹെൽത്ത് തന്നെ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ആർട്ട് ഓഫ് ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്സും വേണം, സയൻസ് ഓഫ് ഹൈജീനും വേണം. സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ സ്റ്റിമുലൈ ആണ്, വിച്ച് ഈസ് നൺ അതർ ദാൻ അവർ മെഡിസിൻസ്. അതൊരു ഡിസീസ്ഡ് ഓർഗാനിസത്തിന് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് സയൻസ് ഓഫ് ഹൈജീൻ എന്ന് പറയുമ്പം ഒരു ജനറൽ സ്റ്റിമുലൈനെ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ്. ജനറൽ സ്റ്റിമുലൈ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലോ ഓഫ് ഹൈജീൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ന്യൂ സ്റ്റിമുലൈ ഒരു തെറാപ്യൂട്ടിക് ലോ വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് ഓഫ് സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്സിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഏതൊരു സയൻസ് ഓഫ് തെറാപ്യൂട്ടിക്സ് ആണെങ്കിലും 2 കണ്ടീഷൻസിന് അതിന് പോസിബിൾ ആയിരിക്കണം. ഒന്ന്, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഇൻഫിനിറ്റ് പ്രോഗ്രസ്, ആൻഡ് 2, പ്രീവിഷൻ ഉണ്ടായിരിക്കണം. അതിൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഇന്റഗ്രിറ്റി നഷ്ടപ്പെടാതെ തന്നെ അതിന്റെ പ്രോഗ്രസ് അതിന് ഉണ്ടാവണം എന്നുള്ളതാണ് കേപ്പബിൾ ഓഫ് ഇൻഫിനിറ്റ് പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രീവിഷൻ, ദാറ്റ് ഈസ് ഫ്യൂച്ചർ ഇവന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യണം ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ. ആൻഡ് ഇദ്ദേഹം പെത്തോളജി, തെറാപ്യൂട്ടിക്സ്, ഫിസിയോളജി അങ്ങനെ പറയുന്ന പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിസിയോളജി ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ലൈഫ്, പെത്തോളജി ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ഡിസീസ്. ദി സബ്ജക്ട് ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ആർ നോട്ട് ലൈഫ് ബട്ട് ഓൺലി റിസൾട്ട്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇതാണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് MCQ ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ദി സബ്ജക്ട് ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ആർ നോട്ട് ലൈഫ് ബട്ട് ഓൺലി റിസൾട്ട്സ് ഓഫ് ലൈഫ്. ഇനി കാർപ്പൻറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹം ഹെൽത്ത് ഓർ നോർമൽ ലൈഫ് എന്നും ഡിസീസിന് അബ്നോർമൽ ലൈഫ് എന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രൈമറി സിംറ്റംസ്, സെക്കൻഡറി സിംറ്റംസ് അദ്ദേഹം പറയുന്നുണ്ട്. പ്രൈമറി ആക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്ഷൻ ആണ്, സെക്കൻഡറി ആക്ഷൻ ഇൻഡയറക്റ്റ് ആക്ഷൻ ആണ്. മെഡിസിൻസിന്റെ ആക്ഷന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ പറയുമ്പോൾ ഓപ്പിയം ആദ്യം കൊടുക്കുമ്പോൾ പ്രൈമറി ആക്ഷനിൽ എലവേഷൻ ഓഫ് സ്പിരിറ്റ്, സ്ട്രെങ്ത്, സെൻസേഷൻ ഓഫ് സ്ട്രെങ്ത് ഒക്കെ കൂടുന്നുണ്ടാവും. സെക്കൻഡറി വരുമ്പോൾ റിലാക്സേഷൻ, ഫിയർ അങ്ങനെ പറയുന്നുണ്ട്. മേളിൽ എഴുതിയിട്ടുള്ള ഏസ്റ്റ് വർക്കിംഗൻ എന്ന് പറഞ്ഞിട്ട് പ്രൈമറി ആക്ഷന്റെ മേളിൽ എഴുതിയിരിക്കുന്ന അതൊരു ജർമ്മൻ വേർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി ആക്ഷന്റെ. അതൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് MD ലെവൽ ക്വസ്റ്റ്യൻസ്, APGT ലെവൽ ക്വസ്റ്റ്യൻസ്. ആൻഡ് ആക്ഷൻ ഓഫ് ഡോസസ് എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓർഡർ സിംറ്റംസ് വരുന്നത് മോഡറേറ്റ് അല്ലെങ്കിൽ സ്മോൾ ഡോസസ് നിന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് സ്യൂട്ടബിൾ ടു ദ മെഡിക്കൽ ആർട്ട് ആൻഡ് മോസ്റ്റ് വർത്തി ടു ബി നോൺ. പിന്നെ ലാർജ് ഡോസസ് വഴി വരുമ്പം റിലിക്വേഴ്സ് എന്ന് പറഞ്ഞിട്ട് പെർമനന്റ് ഓൾട്ടറേഷൻസ് ഒക്കെ വരുന്ന രീതിക്കായിരിക്കും സിംറ്റംസ് വരുന്നത്. ആൻഡ് ദാറ്റ് ആക്ഷൻ ഈസ് നോട്ട് നീഡഡ് ഇൻ ഹോമിയോപ്പതി. ആൻഡ് ഇദ്ദേഹം പറയുന്ന കൺസെപ്റ്റ് ആണ് സക്സഷൻ എന്ന് പറയുന്നതും ഓൾട്ടർനേഷൻ എന്ന് പറയുന്നതും. രണ്ടിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ സക്സഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് മെഡിസിൻ കൊടുത്തു വിട്ടു, സിംറ്റംസ് കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് റെമഡി എഴുതുന്നതാണ് സക്സഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഓൾട്ടർനേഷൻ ആണെങ്കിൽ ആദ്യം തന്നെ കൊടുക്കുന്നു, ബെലഡോണ ഫോളോഡ് ഇൻ 4 hours ബൈ മെർക്കൂറിയസ്. പേഷ്യന്റിന് ബെറ്റർ ആണോ, ഏതൊക്കെ സിംറ്റംസ് ഉണ്ട് പോയി എന്നുള്ളതൊന്നും നോക്കുന്നില്ല. നോ ന്യൂ സ്റ്റഡീസ് ആൻഡ് നോട്ട് അഡ്മിസബിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേഷൻ ആണ്. സക്സഷൻ വേണം എന്നാ പറയുന്നത്. ആൻഡ് ടൈഫസ് ഫീവറിനകത്ത് കൊടുത്തിട്ടുള്ള 2 സ്റ്റേജസിന് മെഡിസിൻസിന്റെ കാര്യം അവർ പറയുന്നുണ്ട്.
ടൈഫസ് ഫീവർ 1813 ഉള്ള ടൈമിൽ ഫസ്റ്റ് സ്റ്റേജിൽ ബ്രയോണി ആൻഡ് റെസ്റ്റോക്സ് വാസ് ഗിവൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് സിംറ്റംസ്. ബ്രയോണി ആണെങ്കിൽ ഡിസ്നസ്, ഷൂട്ടിംഗ് പെയിൻ ഇൻ ഹെഡ്, അങ്ങനെയൊക്കെയുള്ള ചില സിംറ്റംസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫ്രീക്വൻറ്റ്ലി ആസ്ഡ് സിംറ്റം വിച്ച് വാസ് ദ മെഡിസിൻ ദാറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂറിങ് ടൈഫസ് ഫീവർ. അത് ബ്രയോണി ഏതിനോട് ഓൾട്ടർനേഷൻ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രയോണിയ ആൻഡ് റെസ്റ്റോക്സ് വാസ് ബീൻ ഗിവൻ ഫോർ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഹയോസിയാമസ് വാസ് ഗിവൻ. ആൻഡ് എ പ്രയോറി എ പോസ്റ്റീരിയോറി കൺസെപ്റ്റ് ഉണ്ട്. എ പ്രയോറി എന്ന് നിങ്ങൾ നേരത്തെ പറയുന്ന പോലെ ഫുൾ കേട്ടിട്ട് അങ്ങ് മെഡിസിൻ ചെയ്തെന്നു നോക്കുന്നില്ല, എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും നോക്കുന്നില്ല. പോസ്റ്റീരിയോറി എന്ന് പറഞ്ഞാൽ നോക്കിയതിന് ശേഷം മാത്രം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. I know that I'm going a little bit speedy, but I think that this space is necessary because we don't need an in-depth study of all these things. It's just brushing up your memory. The things are there in your memory, so it just needs to be brushed up only. That is why I'm going in such a pace. If you're not able to follow me, just tell me. Is okay alle ee pace? PPT ഷെയർ ചെയ്യുക ഡോക്ടർ. Hello.